ഇപ്പം കോടതി വിധിയൊക്കെ വന്നേക്കാണ്. സന്തോഷമുണ്ട്, 100% സന്തോഷമുണ്ട്. നമുക്ക് സത്യം പുറത്തു വരുമല്ലോ, സത്യം തെളിയുമല്ലോ. സംഭവം ഒരു മനുഷ്യനെ ജീവനോടെ കൊണ്ടുവച്ചോ കൊന്നകിരെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. സമാധി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു കിടരോഗിയായി കിടന്ന ഒരു മനുഷ്യൻ, എനിക്ക് 35 വർഷം കൊണ്ട് ഈ സ്വാമി എന്ന് പറഞ്ഞാൽ ഗോവമണി തന്നെയാണ് യഥാർത്ഥ പേര്. അപ്പോൾ ഈ 35 വർഷത്തേക്ക് മുമ്പേ എന്തൊക്കെ നടന്നിട്ടുണ്ടോ ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കൂടെ അയൽവക്കക്കാരനാണ് ഞാനാണ് ഇത് കാണാതെ ഇവിടെ നോട്ടീസ് പൊട്ടിച്ചപ്പോൾ ഞാനാണ് ആൾക്കാരെ വിളിച്ചതും പോലീസിന് പരാതി പറയുകയും വിളിച്ചറിയിച്ചതും എല്ലാം ചെയ്തത്. അങ്ങനെയാണ് പോലീസുകാർ വന്നതും ചാനലുകാരെല്ലാം വന്നത്. അവർക്കും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവിച്ച ചരിത്രങ്ങളെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലുകാർക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇത് അമ്മയും 2 മക്കളും മരുമകളും കൂടി ചേർന്ന് ചെയ്തതാണ്. സംഭവം ഈ സമാധിരിക്കാൻ പോണവരാരും കരിക്ക് ജപിച്ച് കുടിക്കില്ല, BP ഷുഗറിൻ്റെ ഗുളിക കഴിക്കില്ല, കഞ്ഞി കുടിക്കില്ല. അപ്പോൾ ഇത് ഈ കിടക്കണ ഒരു മൂത്രമൊഴിച്ച് മലം പോകാതെ കിടന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നതാണ്. ഈ സമാധി ഇരിക്കാൻ പോകുന്ന ആള് BP ടാബ്ലറ്റ്, ഷുഗറിന്റെ ടാബ്ലറ്റ്, കഴിക്കുവെള്ളം കുടിച്ചിട്ടൊക്കെ പോയി സമാധി ഇരുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് പുള്ളി പറയുന്നത്. ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മുടെ നാട്ടിൽ എല്ലാം കാണും. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഭയങ്കര റിബലാന്നൊക്കെ നമ്മൾ അവരെ പറ്റി പറയും. എന്തൊരു അഹങ്കാരികളാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ അങ്ങനെയുള്ള ഒരു റിബൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സമാധി കേസുമായിട്ട് മുന്നോട്ട് പോയത്. അത് കാരണമാണ് ഇപ്പോൾ ഈ കല്ലറയൊക്കെ തുറക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാടിന് എന്നും വേണ്ടിയവരാണ്. ബിക്കോസ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താ പോട്ടെ, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ സമാധി കിട്ടിയ പോട്ടെ, എന്തിനാണ് നമ്മളതിൻ്റെ പുറകെ പോകുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് പുള്ളി കേസ് കൊടുത്ത് ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയത്. കേരളം കത്തുന്ന രീതിയിലുള്ള ഒരു കേസായി അത് മാറാൻ കാരണം പുള്ളിയുടെ സംയോജിതമായ ഇടപെടൽ കാരണമാണ്. എന്താണ് പുള്ളി പറയുന്നത് നമുക്ക് നോക്കാം. ഇതിനിടയ്ക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടുകാരൻ വിശംബരം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വിളിച്ച് പറയാൻ റോഡിൽ ചെന്നപ്പം ഒരിക്കൽ മൂത്രം ഒഴിച്ച് തുണി മാറിയിട്ട് 2ാമത് മൂത്രം ഒഴിച്ചപ്പോൾ എപ്പോഴും മൂത്രം ഒഴിക്കണോടാന്ന് കേട്ടെന്ന് തന്തേടി മൂത്തമ്മ ചോദിച്ചിരിക്കണമെന്ന്. അമ്മ ഇപ്പം മൂത്രം തുണി മാറ്റിയേ ഉള്ളൂന്ന്. അങ്ങനെയുള്ള സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ഇവരാണ് കോടതി പോയിരുന്നാലും പൊളിക്ക് അനുവദിക്കില്ലെന്ന് പറയുന്ന കാര്യം എന്തിനാണ്? അവിടെ കിടന്ന് കഴഞ്ഞ മെഴുകിയ മൂത്ത മകൻ രാജേന്ദ്രൻ സ്വന്തം അച്ഛനോട് ചോദിക്കുന്നതാണ്, എപ്പോഴും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാടാ? എന്നിട്ട് പുള്ളി വയ്യാതെ അവിടെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി എണീറ്റ് അവിടെ പോയി ഇരുന്ന് സമാധിയായി. ഇതൊക്കെ അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമില്ല. ഇത് കൂടുതൽ കാര്യമൊന്നുമില്ല. ഇത് പോലീസ് അന്വേഷണം വേണം. ഹൈക്കോടതി പറഞ്ഞ് അത് ഇളക്കി അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. നാട്ടിലുള്ള ആളുകൾക്ക് അത് അവരുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. ഈ പുറത്തുനിന്ന് പ്രതിഷേധിക്കുന്നവരൊന്നും ഒന്നും അറിയാതെ കിടന്ന് പ്രതിഷേധിക്കുന്നതാണ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് ന്യായം കിട്ടണം, നമുക്ക് നീതി കിട്ടണം, നാട്ടുകാർക്ക് നീതി കിട്ടണം. ഈ സമാധി നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ തൊട്ടടുത്ത വീടാണ് ഞങ്ങള്. ഈ തൊട്ടടുത്ത് ഒരു 300 മിനിറ്റ് അകത്തുള്ള എൻ്റെ വീട്, ഈ പുള്ളിയുടെ ക്ഷേത്രവും ഈ വീട് അടുത്തുള്ളത്. ഇങ്ങേര് എൻ്റെ കൂടെ തടിമുറിക്കാനൊക്കെ വന്നിട്ടുണ്ട്, കയറി പിടിക്കാൻ. അങ്ങേര് വാനം വിട്ട് അടക്കലെടുത്തപ്പോൾ അവരെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അവരിപ്പം പറയാൻ ചേട്ടന് ഒരുപാട് വിരോധമുണ്ട്. എനിക്ക് ഒരു വിരോധമൊന്നുമില്ല. എനിക്ക് അങ്ങേര് മരിക്കുന്നവരെ ഈ സമാധി ഇരുത്തുന്നതിന് മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ ഇപ്പൊ ഒരു 6 മാസത്തേക്ക് ഏകദേശം 1 വർഷത്തേക്ക് മുമ്പ് ഇങ്ങനെ കാല് കുപ്പിട് കൊണ്ട് ആശുപത്രിയിൽ പോയി. അപ്പോഴും എന്നെ കണ്ട് തമ്പി ആശുപത്രി പോകണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഭാര്യയ്ക്ക് മക്കളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇപ്പോഴെനിക്ക് വിരോധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആളെ കാണാതെ ഇരുന്നുകൊണ്ട് മാത്രം ഒരു വിരോധം. സമാധി ഇരുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ നോക്കില്ല. കാരണം അങ്ങനെയുള്ള നടന്നിരുന്ന ഒരാളാണ്, ഡെയിലി കാണുന്ന ഒരാൾ സമാധി ഇരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. 1 കൊല്ലത്തിലധികം സുഖ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അങ്ങനെ നമ്മുടെ നാട്ടിലും വിവരവും ബുദ്ധിയുള്ള കുറച്ചാളുകളിലും ഉണ്ട് എന്നുള്ളതാണ്. ഇവരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ന്യായം കിട്ടണം, നമുക്ക് നീതി ഇതിൽ കിട്ടണം, നാട്ടുകാർക്ക് നീതി കിട്ടണം. ഈ സമാധി നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ തൊട്ടടുത്ത വീടാണ് ഞങ്ങൾ. ഈ തൊട്ടടുത്ത് ഒരു 300 മിനിറ്റ് അകത്തേ ഉള്ള എൻ്റെ വീട്, ഈ പുള്ളിയുടെ ക്ഷേത്രവും ഈ വീട് അടുത്തുള്ളത്. ഇങ്ങേര് എൻ്റെ കൂടെ തടിമുറിക്കാനൊക്കെ വന്നിട്ടുണ്ട്, കയറി പിടിക്കാൻ. അങ്ങേര് വാനം വിട്ട് അടങ്കലെടുത്തപ്പോൾ അവരെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അവരിപ്പം പറയാൻ ചേട്ടന് ഒരുപാട് വിരോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു വിരോധമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഭാര്യയ്ക്ക് മക്കളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇപ്പോഴെനിക്ക് വിരോധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആളെ കാണാതെ ഇരുന്നുകൊണ്ട് മാത്രം ഒരു വിരോധം. സമാധി ഇരുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ നോക്കില്ല. കാര്യം അങ്ങനെയുള്ള നടന്നിരുന്ന ഒരാളാണ്, ഡെയിലി കാണുന്ന ഒരാൾ സമാധി ഇരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. 1 കൊല്ലത്തിലധികം സുഖ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എങ്ങനെ സമാധി ഇരിക്കും? ഇളയ മോൻ പറയണ സമാധി ചമ്മണം കൊട്ടിരുന്ന് കൈയും പൊക്കി വെച്ചോണ്ട് ഞാൻ ഇരുന്നെന്ന്. അമ്മ പറയണ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ചിടിക്കണമെന്ന്. അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ നോക്കും? വിശ്വസിക്കാൻ നോക്കില്ല. ഇങ്ങനെ 5 കൊല്ലത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ എഴുതി വെച്ചോ? ഇപ്പോഴത്തെ വെള്ള പേപ്പറിൽ എഴുതി വെച്ചാൽ അച്ഛൻ 5 കൊല്ലത്തേക്ക് വന്ന് അംഗീകരിക്കാൻ നോക്കില്ല. അന്നത്തെ പത്രത്തിൽ 5 കൊല്ലത്തേക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു പത്രത്തിൽ ഞാൻ സമാധി ഇരിക്കുകയാണ്, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്, വെളിയിൽ ആരെയും കാണിക്കേണ്ട,
എന്ന് പറഞ്ഞ് 5 കൊല്ലത്തേക്ക് മുമ്പ് ഒരു പത്രത്തിൽ സമാധിയായിട്ട് പറഞ്ഞ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഫുൾ സപ്പോർട്ടോടെ നിൽക്കും. പുള്ളി എവിടെയെങ്കിലും ഒരു പ്രൂഫായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ചുമ്മാ ഒരു സമാധിയാണെന്ന് ഒരു ടോംബ് കിട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണോ? ഇതിലും അവർ ചിന്തിക്കണ്ടേ? ഒരു പ്രൂഫും ഇല്ല. പുള്ളി എൻ്റെ സമാധി ചെയ്തിട്ട് ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ആരെയും സമാധി ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ടില്ല, കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അവസാനം എല്ലാം ചെയ്തതിന് ശേഷം ഒരു നോട്ടീസ് അടിച്ച് സമാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലായ സർക്കാർ ഹൈക്കോടതിയുടെ വിധി വന്നപ്പം ഇത് സന്തോഷമായി. തിങ്കളാഴ്ച പോലീസും ജില്ലാ കളക്ടറും എല്ലാം ഇവിടെ വന്നതാണ്. ആറ്റും തഹസിൽദാരും എല്ലാം വന്നതിന് ഇവരെല്ലാം കൂടി ചേർത്തു. അന്ന് നടത്താൻ സംഘർഷമാണെന്നാണ്. ഇവിടെ ഒരു സംഘർഷത്തിന് ഇല്ല. ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം വരും, എല്ലാവരും സഹകരിക്കും. അവിടെ രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ വർഗീയത അല്ല. ഇവിടെ വർഗീയതയുടെ ഒരു ആവശ്യമില്ല. വർഗീയത കൊണ്ടുവന്നാൽ ഞങ്ങൾ വിടൂല, നാട്ടുകാരായി ഞങ്ങൾ വിടൂല വർഗീയത കൊണ്ടുവന്നു കഴിഞ്ഞാൽ. മതവും വർഗീയതയും പറഞ്ഞ് ആളുകളെ ധ്രുവീകരിക്കാൻ ശ്രമിച്ച ശ്രമം പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കൈയോടെയാണ് ഇതിനെതിരെ നിൽക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾ ഞങ്ങൾക്കെതിരെ ചെയ്യുന്നതാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം, ഒരു കുപ്രചരണം, അത് ശരിയല്ല. അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ കണ്ടില്ലേ, നാട്ടുകാരാണ് ഇപ്പോൾ നിൽക്കുന്നത്. വർഗീയതക്കാരുടെ ആരും ഇവിടെ ഇല്ല. ഇന്നലെ 24 ഞാൻ കൊടുത്തപ്പോഴും എന്നെ 24 ഇരുന്നുകൊണ്ട് ആരോ പറഞ്ഞു ഞാൻ ഭീകരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. ക്രിസ്ത്യാനിയല്ലേ, ഞാൻ കാണിച്ചത് എൻ്റെ വീട്ടിൽ ചക്രതമ്മയുടെ ഫോട്ടോ വെച്ച് ഞാൻ വിളക്കത്തിക്കുന്നവനാണ്. അവിടെ കൂടിയിരുന്ന ആളുകൾ പോലീസും കാര്യങ്ങളൊക്കെ വന്നപ്പം കണ്ടം വഴി ഓടിയെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയെ ഒരു വർഗീയതക്കാരനും ഒരു ക്രിസ്ത്യാനിയുമാണ് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുള്ളി ഒരു തികഞ്ഞ ഒരു ഹിന്ദുവാണ്. എന്ത് മനുഷ്യരാടി! ഒരാളുടെ മതം മാറ്റുക, മതപരമായി പ്രശ്നങ്ങളെ ധ്രുവീകരിക്കാൻ ശ്രമിക്കുക, ഒരാളുടെ മതമേ മാറ്റി പറയുക. ആര് തെറ്റ് ചെയ്താലും ശിക്ഷ അനുഭവിക്കണം. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റിനും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, നമുക്കൊന്നും മനസ്സിലാവാതെ പോയിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിൽ വലിയ കാര്യമാണ്. നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളതിൽ ഇടപെടേണ്ട. നമുക്ക് എന്തിനാ തലവേദന ചിന്തിക്കുന്നവർ ഇത് കേൾക്കുക, ഈ പുള്ളി ചെയ്ത കാര്യം മനസ്സിലാക്കുക. അതുപോലെ നമ്മളും ഒരു സാമൂഹ്യ ജീവിയായി മാറേണ്ടതെന്നാണ് ഈ ഒരു കേസിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. സൂക്ഷ്മദർശിനി എന്നൊരു പടം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് അടുത്തുള്ള വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് അതിൽ അവിടെ ഉണ്ടായിട്ടുള്ള ക്രൈം കണ്ടെത്തുന്ന ഒരു രീതിയിലുള്ള കഥയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിലും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി നമ്മുടെ കാര്യം നമ്മൾ സെൽഫിഷായിട്ട് ജീവിക്കാതെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് ദുരൂഹതയുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അല്ലാതെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോയി സെൽഫിഷായിട്ട് മുമ്പോട്ട് പോകുന്നത് നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പം നല്ല നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നിടം വരെ ഗുഡ് ബൈ.